ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 88ാമത്തെ പാർട്ടാണ്. സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ. ശിവ പോയി കുറച്ച് കഴിഞ്ഞ് ദേവും ആരും ഓഫീസിലേക്ക് ഇറങ്ങി. ഉച്ചവരെ പാർവണ അമ്മയെ ചുറ്റിപ്പറ്റി അടുക്കളയിൽ തന്നെ നിന്നു. ശിവ പോയതിനു ശേഷം മനസ്സിനാകെ വല്ലാത്തൊരു ഭാരം പോലെ. ഉച്ചയ്ക്ക് ശേഷം അവിടെ എത്തി എന്ന് പറഞ്ഞ് ശിവ വിളിച്ചിരുന്നു. അവൻ്റെ ശബ്ദം കേട്ടതും പാർവണയ്ക്ക് സങ്കടം മൂലം ശബ്ദം പോലും പുറത്തേക്ക് വന്നില്ല. വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് മടുപ്പായതിനാൽ നാളെ മുതൽ അവൾ ദേവുവിൻ്റെ ഒപ്പം ഓഫീസിലേക്ക് പോകണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു. ശിവ ആദ്യമൊക്കെ എതിർത്തെങ്കിലും പിന്നീട് അവളുടെ വാശിക്ക് മുൻപിൽ തോറ്റു കൊടുക്കേണ്ടി വന്നു. രാത്രി സമയങ്ങളിലാണ് പാർവണ ഏറ്റവും കൂടുതൽ ശിവയെ മിസ് ചെയ്തിരുന്നത്. രാത്രി അവൻ്റെ സാമീപ്യം ഇല്ലാത്തത് പാർവണയ്ക്ക് വല്ലാത്ത അസ്വസ്ഥത സൃഷ്ടിച്ചിരുന്നു. റൂമിൽ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയായതിനാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ അവൾ ആരുവിൻ്റെ ഒപ്പമായിരുന്നു കിടന്നിരുന്നത്. ദിവസങ്ങൾ പെട്ടെന്ന് പോയി. ശിവ ക്യാമ്പിന് പോയിട്ട് ഇന്നേക്ക് 5 ദിവസം കഴിഞ്ഞിരുന്നു. ഓഫീസിൽ പോകാൻ തുടങ്ങിയതിനാൽ പാർവണയ്ക്ക് ഒരു പരിധിവരെ സമാധാനമായിരുന്നു. വൈകുന്നേരം ഓഫീസിൽ നിന്ന് വന്ന് ഫ്രഷായി താഴേക്ക് വന്ന് ദേവ് കാണുന്നത് താഴെ ബെരിക്കിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന പാർവണയാണ്. ഇതെന്താ തുമ്പി, നീ വാലിന് തീ പിടിച്ച പോലെ നടക്കുന്നേ, എന്താ കാര്യം? ഫോൺ പിടിച്ചുകൊണ്ട് ടെൻഷനോടെ നിൽക്കുന്ന പാർവണയെ നോക്കി അവൾ ചോദിച്ചു. വന്നു ദേവു, വന്നു, അവൾ ടെൻഷനോടെ പറഞ്ഞു. ആര് വന്നൂന്നാ? രേവതി മനസ്സിലാവാതെ ചോദിച്ചു. റിസൾട്ട് വന്നൂന്ന്. എന്നിട്ട് റിസൾട്ട് നോക്കിയോ? ഇല്ല, എനിക്കെന്തോ പേടി നോക്കാൻ. ഇനിയെങ്ങാനും പാസ്സായിട്ടില്ലെങ്കിലോ? നോക്കുന്നതിന് മുമ്പേ അത് പ്രവചിക്കാൻ കഴിയില്ലല്ലോ, നീ നോക്ക്. എനിക്ക് പേടിയാവാ ദേവു. എന്നെ ഇങ്ങോട്ട് താ, ഞാൻ നോക്കാം. അത് പറഞ്ഞ രേവതി അവളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി സോഫയിലേക്ക് ഇരുന്നു. റിസൾട്ട് നോക്കാൻ തുടങ്ങി. തുമ്പി! 2 മിനിറ്റ് കഴിഞ്ഞതും ദേവു നീട്ടി വിളിച്ചു. എന്താ ദേവു? വീണ്ടും അവൾ വിതുമ്പലോടെ ചോദിച്ചതും രേവതി ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. പാസ്സായി മോളെ, പാസ്സായി. 80 above മാർക്കുണ്ട്. ആണോ? എന്നെ പറ്റിക്കാൻ പറയല്ലോ. പാർവണ വിശ്വാസം വരാതെ വീണ്ടും ചോദിച്ചു. സത്യമാടി, ശരിക്കും പാസ്സായി. അത്യാവശ്യം നല്ല മാർക്കുണ്ട്. അതോടുകൂടെ പാർവണയ്ക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. അവൾ അത് പറയാനായി ശിവയെ ഒരുപാട് തവണ വിളിച്ചെങ്കിലും അവൻ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അവൾ ജയിച്ചത് വീട്ടിൽ എല്ലാവർക്കും സന്തോഷമായിരുന്നു. രാത്രി മുഴുവനും ശിവയുടെ കോൾ പ്രതീക്ഷിച്ച് പാർവണ ബാൽക്കണിയിലെ ഊഞ്ഞാലിൽ ഇരുന്നു. കാത്തിരുന്ന് എപ്പോഴും അവൾ ഉറങ്ങിപ്പോയി. ഡോറിൽ ആരോ ശക്തിയായി തട്ടുന്നത് കേട്ടാണ് പാർവണ കണ്ണു തുറന്നു നോക്കിയത്. നേരം വെളുത്തിരുന്നു. അപ്പോഴാണ് താൻ ബാൽക്കണിയിൽ നിന്ന് ഉറങ്ങുന്ന കാര്യം അവളും ഓർത്തത്. ഫോൺ എടുത്തു നോക്കി, പക്ഷെ ശിവയുടെ കോളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഡോറിൽ വീണ്ടും തട്ടിൽ കേട്ടതും അവൾ ബാൽക്കണിയിൽ നിന്ന് അകത്തേക്ക് നടന്നു. ദേവയായിരുന്നു അത്. എന്തായിട്ട് ഈ വെളുപ്പാങ്കാലത്ത്? അവൾ ടെൻഷനോട് ചോദിച്ചു. ദാ ശിവയാണ്. ലാപ്ടോപ്പ് പാർവണയ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് ദേവ് പറഞ്ഞു. ശിവയുടെ പേര് കേട്ടതും പാർവണിയുടെ കണ്ണുകൾ വിടർന്നു. ദേവ് ഒരു ചിരിയോടെ അവളുടെ കയ്യിൽ ലാപ്ടോപ്പ് കൊടുത്ത് തിരികെ പോയി. പാർവണ ഡോർ ലോക്ക് ചെയ്ത് ലാപ്ടോപ്പുമായി ബെഡിൽ വന്നിരുന്നു. തൻ്റെ മുന്നിൽ ചിരിയോടെ ഇരിക്കുന്ന ശിവയുടെ മുഖം കണ്ടതും അവളുടെ ഹൃദയമെടുപ്പും വർദ്ധിക്കാൻ തുടങ്ങിയിരുന്നു. എന്താടി ഒന്നും മിണ്ടാത്തെ? എൻ്റെ നാവെല്ലാം എവിടെ പോയി? മൗനമായി ഇരിക്കുന്ന അവളെ നോക്കി ശിവ ചോദിച്ചു. നീ എന്നോട് മിണ്ടണ്ട ശിവ, ഇന്നലെ ഞാൻ എത്ര വിളിച്ചു, നീ എന്നെ എന്താ തിരികെ വിളിക്കാഞ്ഞേ? അവൾ ദേഷ്യത്തോടെ ചോദിച്ചു. കുറച്ച് തിരക്കായി പോയിടി. അല്ലെങ്കിൽ നിനക്കിപ്പോൾ എന്നെക്കാളും വലുത് നിന്റെ തിരക്കുകളാണല്ലോ. അങ്ങനെ പറയാതെടി, ഈ ലോകത്ത് എനിക്ക് മറ്റെന്തിനേക്കാളും ഇമ്പോർട്ടൻ്റ് നീ തന്നെയാണ്. അത് നിനക്ക് വല്ല സംശയമുണ്ടോ? അവൻ മീശ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഒന്ന് പോ ശിവ. അവൻ്റെ ആ പുഞ്ചിരി അവളുടെ മനസ്സിലെ എല്ലാ പൗരവങ്ങളും ഇല്ലാതാക്കിയിരുന്നു. അല്ല, എന്തിനെത്ര കാര്യമായിട്ട് വിളിച്ചേ? ശിവ ഒന്നും അറിയാത്ത പോലെ വിളിച്ച് ചോദിച്ചു. എൻ്റെ റിസൾട്ട് വന്നു ശിവ. എന്നിട്ട് എന്തായി റിസൾട്ട്? എന്താവാൻ, വീണ്ടും സപ്ലി. ഞാൻ പറഞ്ഞല്ലേ എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന്. ശരിക്കും? അവൻ ഒറ്റപ്പെരുക്ക് ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. നിനക്കെന്താ എന്നെ വിശ്വാസമല്ലേ? വിശ്വാസമുണ്ട്, നീ ജയിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചോദിച്ചത്. എന്താ നിന്റെ വിശ്വാസം? ശരിയാ, ഞാൻ പാസ്സായി ശിവ. അത്യാവശ്യം നല്ല മാർക്കുണ്ട്. അതെനിക്കറിയാലോ, എൻ്റെ കുഞ്ഞല്ലെങ്കിലും മിടിക്കല്ലേ. താഴെ ആരോ കോളിംഗ് ബെല്ലടിക്കുന്നുണ്ടല്ലോ. ശിവ പെട്ടെന്ന് പറഞ്ഞു. ഇല്ലല്ലോ, ഞാൻ കേട്ടില്ലല്ലോ. ഉണ്ടെന്നേ, വേഗം ചെന്ന് നോക്കിക്കേ. താഴെ അമ്മയുണ്ട് ശിവ, അമ്മ നോക്കിക്കോളും. അത് പറ്റില്ല, വേഗം പോയി നോക്കിയിട്ട് വാ.
കോള് കട്ട് ചെയ്യണ്ടാട്ടാ. ശിവ അത് പറഞ്ഞൊന്നും താല്പര്യമില്ലാതെ അവൾ ഇറങ്ങിപ്പോയി നോക്കിയപ്പോൾ പരിചയമില്ലാത്ത ഏതൊരു ചെറുപ്പക്കാരനായിരുന്നു. സാറ് തരാൻ പറഞ്ഞു വിട്ടാണ് മാഡം. കയ്യിലൊരു ബോക്സ് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു. പാറോണ ചെറിയ സംശയത്തോടെ ആ ബോക്സ് വാങ്ങി. താങ്ക്സ്, അവൾ മറുപടിയായി പുഞ്ചിരിച്ച് ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയി. പാറോണ ബോക്സ് തിരിച്ചും മറിച്ചൊന്ന് നോക്കി. അവള് ഓരോന്ന് ആലോചിച്ചുകൊണ്ട് മുറിയിലേക്ക് പോയി. അവളെ കാത്തിരുന്ന പോലെ ശിവ അപ്പോഴും അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതെന്താ ശിവ? അവൾ ബോക്സ് നോക്കിക്കൊണ്ട് ചോദിച്ചു. അതെനിക്കെങ്ങനെ അറിയാനാ, തുറന്നു നോക്ക്, അവനൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. പാറോണ ഗോൾഡൻ പേപ്പർ പൊതിഞ്ഞത് ബോക്സ് തുറന്നു. അതിനുള്ളിൽ ഒരുപാട് വർണ്ണക്കടലാസുകൾ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെന്ത് ശിവ, കുറെ നേരമായാലും ഒന്നും കാണാനില്ല, അവൾ അത് ഓപ്പൺ ചെയ്തുകൊണ്ട് തന്നെ ചോദിച്ചു. ഒന്നാടങ്ങ് പെണ്ണേ, ശിവ അവളുടെ മുഖഭാവം കണ്ട് പറഞ്ഞു. പേപ്പറുകളെല്ലാം തുറന്നു അവസാനം ഒരു ബോക്സിലാണ് എത്തിയത്. പാറോണ ശിവയെ നോക്കിയ ശേഷം ബോക്സ് ഓപ്പൺ ചെയ്തു. അതിനുള്ളിലെ ഗിഫ്റ്റ് കണ്ട് അവളുടെ കണ്ണുകളും വിടർന്നിരുന്നു. റോസ് ആൻഡ് വൈറ്റ് കളർ സ്റ്റോൺ വെച്ച നടുവിലായി ഗോൾഡൻ കളറിൽ എസ് എന്ന് എഴുതിയ ഒരു മോതിരായിരുന്നു അത്. ഇതെനിക്കാണോ ശിവ? അവൾ നിറഞ്ഞ കണ്ണുകളോടെ ചോദിച്ചു. പിന്നെ നീയല്ലാതെ അവിടെ വേറെ ആരും ഇല്ലല്ലോ. അത് വിരലിലിട്ടെ, ഞാൻ ഒന്ന് കാണട്ടെ, ശിവ അവളെ നോക്കി പറഞ്ഞതും പാർവണ അറിയുന്നത് തൻ്റെ വിരലിലിട്ടു. നല്ല രസമുണ്ടല്ലേ, അവൾ ശിവയ്ക്ക് നേരെ കാണിച്ചുകൊണ്ട് ചോദിച്ചു. അവൻ അതേ രീതിയിൽ തലയാട്ടുകയും ചെയ്തു. എൻ്റെ കുഞ്ഞ എക്സാമിന് പാസ്സായതിനുള്ള ഗിഫ്റ്റാണിത്. താങ്ക്സ് ശിവ, അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അയ്യേ, എൻ്റെ കുഞ്ഞ് കരയാണോ? ഈ മുഖത്തിന് കരച്ചിലൊട്ടും ചേരില്ല കേട്ടാ, ശിവ അത് പറഞ്ഞു. പാറോണ വേഗം കണ്ണുകൾ തുടച്ചു. ഇനി എൻ്റെ കുട്ടി കരയരുത് കേട്ടാ. കരയില്ല ശിവ, എന്നാൽ ഞാൻ കോള് കട്ട് ചെയ്യാ. നിനക്കവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ ശിവ? ഇല്ലടാ, നിന്നെ പിരിഞ്ഞിരിക്കുന്നവന് സങ്കടം മാത്രമല്ലോ, വേറെ കുഴപ്പമൊന്നുമില്ല. എന്നാ ശരി, കോള് കട്ട് ചെയ്തോ. ശിവമുഖം മുന്നിൽ മറയുന്നതുവരെ അവൾ അങ്ങനെ തന്നെയിരുന്നു. ശേഷം കയ്യിലെ മോതിരത്തിൽ അവൾ കുറച്ചു നേരം നോക്കിയിരുന്നു. മനസ്സിൽ എന്തോ വല്ലാത്ത സമാധാനം അവൾക്ക് തോന്നിയിരുന്നു. വേഗം കുളിച്ച് ഓഫീസിലേക്ക് പോകാൻ അവൾ റെഡിയായി. ദിവസങ്ങൾ ഓരോന്നായി അതിവേഗത്തിൽ തന്നെ കടന്നുപോയിക്കൊണ്ടിരുന്നു. ഓഫീസിലെ തിരക്ക് തിരിഞ്ഞതും പാർവണയുടെ തലയിൽ ഓഫീസിലെ ഡ്യൂട്ടികൾ മാത്രം ആയിരുന്നു ഉണ്ടായിരുന്നത്. എങ്കിലും ഇടയ്ക്ക് വരുന്ന ശിവയുടെ കോൾ മെസ്സേജ് അവൾക്ക് വല്ലാതെ ഒരു സന്തോഷം നൽകിയിരുന്നു. വൈകുന്നേരം ഓഫീസെല്ലാം കഴിഞ്ഞ് ക്ഷീണത്തോടെ അകത്തേക്ക് കയറി വന്ന പാർവണ നേരെ സോഫയിലേക്ക് ഇരുന്നു. ശിവ കൂടിയല്ലാത്തതിനാൽ ഓഫീസിൽ എല്ലാവർക്കും വർക്കുകൾ കുറച്ച് കൂടുതൽ തന്നെയായിരുന്നു. അവൾ ഒരു മടുപ്പോടെ സ്റ്റെയർ കയറി മുകളിലേക്ക് നടന്നു. കയ്യിലെ ബാഗ് ബെഡിലേക്ക് ഇട്ട ശേഷം ഡ്രസ്സ് കൊടുത്ത് അവൾ കുളിക്കാൻ കയറി. കുറച്ചു നേരം ഷവറിന് കീഴിൽ നിന്നപ്പോൾ അവൾക്കും കുറച്ച് ആശ്വാസം തോന്നിയിരുന്നു. ഡ്രസ്സുകളെല്ലാം മാറ്റി പുറത്തേക്ക് ഇറങ്ങി. കയ്യിലുള്ള ടവൽ സ്റ്റാൻഡിൽ വിരിച്ചിട്ട ശേഷം അവൾ കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്നു. കണ്ണാടിക്ക് മുന്നിലുള്ള സിന്ദൂര ചെപ്പിൽ നിന്ന് ഒരു നുള്ള സിന്ദൂരം എടുത്ത് കണ്ണാടിയിൽ നോക്കിയപ്പോഴാണ് തനിക്ക് പിന്നിലായി നിൽക്കുന്ന ശിവയുടെ പ്രതിബിംബം കണ്ണാടിയിൽ തെളിഞ്ഞു കണ്ടത്. അവൾ വിശ്വാസം വരാതെ കണ്ണമർത്തി തുടച്ചു. അപ്പോഴും തൻ്റെ മുമ്പിൽ കൈകെട്ടി പുഞ്ചിരിയോടെ നിൽക്കുന്ന ശിവയുടെ മുഖം കണ്ണാടി തെളിഞ്ഞു തന്നെ നിന്നു. ഒരു നിമിഷം അത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് മനസ്സിലാക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. എന്താണ് ഇങ്ങനെ നോക്കണേ? ശിവയുടെ ശബ്ദം കേട്ടത് സ്വപ്നമല്ല എന്ന് അവൾക്ക് മനസ്സിലായി. ഒരു തേങ്ങലോടെ പാർവണ തൻ്റെ അരികിലേക്ക് അവനെ ഇറുക്കിയെ കെട്ടിപ്പിടിച്ചു. ശിവയും അവളെ തൻ്റെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചിരുന്നു. ഇത്രയും ദിവസം കാണാത്തതുകൊണ്ടുള്ള സങ്കടം എല്ലാം അവൻ്റെ ഹൃദയത്തോട് ചേർന്ന് കരഞ്ഞു തീർത്തു അവൾ. എന്തിനാ കുഞ്ഞനെ ഇങ്ങനെ കരയണേ? ഇങ്ങനെ കരഞ്ഞാൽ നിനക്ക് വല്ല അസുഖം വരും, അവളെ തന്നെ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ട് ശിവ പറഞ്ഞു. എന്താ ശിവ പെട്ടെന്ന് ഇങ്ങനെ ഒരു വരവ്? 10 ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞിട്ട്. 10 ദിവസത്തെ ക്യാമ്പായിരുന്നു, പക്ഷെ നിന്നെ കാണാതെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ലടേ. അപ്പോൾ 10 ദിവസം എന്നുള്ളത് 8 ദിവസമാക്കി വെട്ടിക്കുറച്ച് കിട്ടിയ വണ്ടിയിൽ കയറി ഞാൻ ഇങ്ങോട്ട് വന്നു. അത് പറഞ്ഞ് ശിവ അവളുടെ മുഖം തന്നെ കയ്യിലെടുത്തു. തീയില്ലാതെ എനിക്ക് പറ്റുന്നില്ലടാ, ആകെ പ്രാന്ത് പിടിക്കുന്ന പോലെ, അവളുടെ നെറുകയിൽ ചുണ്ടമർത്തിക്കൊണ്ട് ശിവ പറഞ്ഞു. എനിക്കും അത് ശിവ, നീയില്ലാതെ പറ്റുന്നില്ല, ഉറക്കം പോലും വരുന്നില്ല, പാർവണ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. അളിയോ, ആരുവിൻ്റെ വിളിയാണ് പരസ്പരം കണ്ണുകളിൽ നോക്കി നിൽക്കുന്ന അവരെ സ്വഭാവത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. ഇത് വലിയ സർപ്രൈസ് ആയല്ലോ, എപ്പോ വന്നു? ആരോ ശിവയുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് ചോദിച്ചു. കുറച്ചു നേരം ആയതുള്ളൂ,
എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു, അതാ പറയാതെ വന്നേ. അതെന്തായാലും നന്നായി. ഇവിടെ ഒരാൾ അളിയനെ കാണാതെ ചിന്താവിഷ്ടിയായി സീതയെ പോലെ നടക്കായിരുന്നു. അതിനെന്തായാലും ഒരു അവസാനമായല്ല. ആര് പാർവണയെ നോക്കി പറഞ്ഞതും അവൾ കണ്ണുറ്റിക്കൊണ്ട് അവനെ തുറച്ചു നോക്കി. ഞാനിവിടെ ചായ കുടിക്കാൻ വിളിക്കാൻ വേണ്ടി വന്നതാ. അപ്പതാ ഇവിടെ അളിയൻ നിൽക്കണു. എന്തായാലും വാ, ചായ കുടിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. അത് പറഞ്ഞ ആര് ശിവയെയും വിളിച്ച് താഴേക്ക് നടന്നു. അവർക്ക് പിന്നാലെ പാർവണയും. ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞ് ദേവ ഓഫീസിലെ ഫയലും മറ്റും നോക്കി ബാൽക്കണിയിൽ ഇരിക്കുകയായിരുന്നു. ദേവ, നീ തിരക്കിലാണോ? അല്ലടാ, എന്തേ? കയ്യിലുള്ള ഫയൽ മടക്കി വെച്ചുകൊണ്ട് ദേവ ചോദിച്ചു. ഒന്നുമില്ല, ഞാനിങ്ങനെ വെറുതെ, നമ്മൾ ഒരുമിച്ചിരുന്നിട്ട് കുറച്ച് കാലമായില്ലോ, അതാ. എന്നാ പറ, കേൾക്കട്ടെ ക്യാമ്പിലെ വിശേഷങ്ങൾ. അവിടെ എന്താ വിശേഷം? ഹോസ്പിറ്റലിലെ പോലെ തന്നെ അവിടെ ഉള്ളവരെ ട്രീറ്റ് ചെയ്യുക, അത്ര തന്നെ. ഓഫീസിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോണു? കുഴപ്പമില്ല. ആരും ഓഫീസിൽ ജോയിൻ ചെയ്തോടെ എൻ്റെ ടെൻഷനെല്ലാം കുറഞ്ഞിട്ടുണ്ട്. എല്ലാം. നിനക്ക് നാളെ എപ്പോഴാണ് ഫ്ലൈറ്റ്? നാളെ രാത്രിയാണ്. ഉച്ചയോടുകൂടി ഇവിടെ നിന്ന് ഇറങ്ങണം. പാറു എന്താ പറയണേ? ഞാൻ അവിടേക്ക് ഉടൻ തന്നെ പോകുമെന്ന് അവൾക്കറിയാം. പക്ഷെ നാളെയാണ് പോകുന്നതെന്ന് അറിയില്ല. പറഞ്ഞാൽ ഇപ്പോഴുള്ള സന്തോഷം കൂടെ പോയി കിട്ടും. നാളെ രാവിലെ പറയാമെന്ന് കരുതി. പാവം, നിനക്കാണത് ഒരുപാട് സങ്കടപ്പെട്ടു. ഇതോടുകൂടെ കഴിഞ്ഞില്ലേ, പിന്നെ പിരിഞ്ഞിരിക്കേണ്ട കാര്യമില്ലല്ലോ. അതും ശരിയാ. അല്ല, എന്താ ഇത്ര അത്യാവശ്യമായിട്ട് നിനക്ക് അമേരിക്കയിൽ പോകേണ്ട കാര്യം? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. ആയിക്കോട്ടെ, ദേവ പുഞ്ചിരിയോടെ പറഞ്ഞു. എനിക്ക് നിന്നോട് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട് ദേവ. എന്താടാ? നീയും ദേവും തമ്മിൽ എങ്ങനെയാ? അതെന്താ എത്ര ചോദിക്കാനുള്ളേ? ഞങ്ങൾ നല്ല സ്നേഹത്തിൽ തന്നെയാണല്ലോ. എനിക്ക് നിന്നോടുള്ള സ്നേഹത്തെക്കുറിച്ചൊന്നും എനിക്കറിയാം. പക്ഷെ അതിനു വേണ്ടി നീ നിന്റെ ജീവിതം വെറുതെ വേണ്ടാന്ന് വെക്കരുത്. ശിവ പറയുന്നത് കേട്ട് ദേവ ഒന്നും മനസ്സിലാവേ ദേവ അവനെ തന്നെ നോക്കിയിരുന്നു. നീയും ദേവും തമ്മിലുള്ള അകലത്തെക്കുറിച്ചൊക്കെ എനിക്കറിയാം. അത് ഞാനും പാർവണയുമായി ബന്ധപ്പെട്ടാന്ന് ഈ അടുത്താണ് ഞാൻ അറിഞ്ഞത്. എന്താ നീ പറയണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കും പാർവണയ്ക്കും നല്ല ജീവിതം കിട്ടിയിട്ട് മതി നിങ്ങൾ തമ്മിലുള്ള നല്ല ജീവിതം എന്ന് നിങ്ങൾ തീരുമാനിച്ച കാര്യം എനിക്കറിയാമെന്ന്. അതിൻ്റെയൊക്കെ ആവശ്യം എന്താ ദേവാ? നിന്നെ സ്വന്തല്ലേടാ പാറു, എൻ്റെ അനിയത്തിയും. നിങ്ങളിങ്ങനെ ടോം ആൻഡ് ജെറി കളിക്കുമ്പോൾ ഞങ്ങളെങ്ങനെ, അതുകൊണ്ടാ, വേറൊന്നല്ല. എന്നാൽ ഇനി അങ്ങനെയൊന്നും വേണ്ട. ഞാനും പാറുവിനെ സ്നേഹത്തിലാണല്ലോ. അപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. മറുപടിയായി ദേവ ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. എന്നാൽ പിന്നെ നിൻ്റെ വർക്ക് നടക്കട്ടെ. പാറുണ വരുമ്പോഴേക്കും നാളത്തേക്കുള്ള ബാഗൊക്കെ പാക്ക് ചെയ്ത് വെക്കണം. ശരി, ഗുഡ് നൈറ്റ്. അത് പറഞ്ഞ് ശിവ അകത്തേക്ക് പോയി. അവൻ പോകുന്ന നോക്കി ഒരു പുഞ്ചിരിയോടെ ദേവയിരുന്നു. ബാഗൊക്കെ പാക്ക് ചെയ്തെടുത്തു വെച്ച ശേഷം ശിവ ഒരു ബുക്ക് എടുത്ത് ബാൽക്കണിയിലെ ചെയറിൽ വന്നിരുന്നു. അടുക്കളയെല്ലാം ഒതുക്കിയ ശേഷം പാറുണ റൂമിലേക്ക് വന്നപ്പോൾ ശിവ ബാൽക്കണിയിലിരുന്ന് കാര്യമായ വായനയിലാണ്. പാറുണ ഒരു പുഞ്ചിരിയോടെ ബാൽക്കണിയിലെ ഊഞ്ഞാലി വന്നിരുന്നു. ശിവ ബുക്കിൽ നിന്ന് തല ഉയർത്തി പാറുവിനെ നോക്കി ചിരിച്ചു. ശേഷം വീണ്ടും ബുക്ക് എടുത്ത് വായിക്കാൻ തുടങ്ങി. ഞാനിവിടെ വന്നിട്ട് വല്ല മൈൻഡ് ഉണ്ടോ നോക്കിയേ. ഏത് ബുക്ക് എത്ര കാര്യമായിട്ട് വായിക്കണേ? അവൾ മനസ്സിൽ പറഞ്ഞ് തൻ്റെ തല അല്പം താഴ്ത്തി ബുക്കിൻ്റെ പുറം ചട്ടയിലെ പേര് വായിച്ചു. ഒതെല്ലോ, പ്ലേ ബൈ വില്യം ഷേക്സ്പിയർ. അമ്പോ, ഇംഗ്ലീഷ്. ഇവനിതൊക്കെ വായിച്ചിട്ട് എങ്ങനെ മനസ്സിലാവണേ? എന്താടി? അവളുടെ നോട്ടം കണ്ട് തല ഉയർത്തി ശിവ ചോദിച്ചു. ഒന്നുമില്ല ശിവ. പിന്നെന്താ വെറുതെ ഇരുന്ന് പെറുവിറുക്കണേ? നിനക്ക് വില്യം ഷേക്സ്പിയറിനെ നല്ല ഇഷ്ടമാണോ? അതേലോ, എന്തേ? അല്ല, അന്ന് നീ അയാളുടെ ബുക്ക് വായിക്കണുണ്ടോ? നിനക്കിത് വായിച്ചിട്ട് വല്ല മനസ്സിലാവുന്നുണ്ടോ? അവൾ ചോദിക്കുന്നതായിട്ട് ശിവ ഒന്ന് പുഞ്ചിരിച്ചു. അവളെ ഊഞ്ഞാലിൽ നിന്ന് വലിച്ച് തൻ്റെ മടിയിലേക്ക് ഇരുത്തി. സ്കൂളിൽ നീ പഠിച്ചിട്ടില്ലേ? മുതലോ ഒരു ലവ് സ്റ്റോറിയാണ്. ആവോ, എനിക്കൊന്നും ഓർമ്മയില്ല. എനിക്ക് ഇംഗ്ലീഷ് ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ ഉറക്കം വരും. പിന്നെ അത് ലവ് സ്റ്റോറി ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെയാണോ പ്രണയം? അങ്ങനെയും ചില പ്രണയങ്ങളുണ്ട് വേണേ. ശിവ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി ബുക്ക് വീണ്ടും വായിക്കാൻ തുടങ്ങി. ശിവ, എനിക്ക് ഉറക്കം വരുന്നു. അവൻ ഉറക്കെ വായിക്കാൻ തുടങ്ങിയത് അവൾ പറഞ്ഞു. നീ എന്ത് മടിച്ചാടി, നല്ലതൊന്നും പഠിക്കില്ല അല്ലേ? ഓ പിന്നെ നല്ലതുപോലും. നീ വല്ല കളിക്കൊടിക്ക് ബാലരമ്യതാ, ഞാൻ എത്ര വേണമെങ്കിലും വായിക്കാം. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വാ, നമുക്ക് പോയി കിടക്കാം. ശിവ ബുക്ക് അടച്ച് അവളെ മടിയിൽ നിന്ന് എണീപ്പിച്ചു.
അപ്പോൾ ഇന്നത്തെ പാട്ട് കഴിഞ്ഞു. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ, താങ്ക് യു.